ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് ജീവിത ശൈലി രോഗങ്ങളാണ്. അതായത് പ്രഷർ, പ്രമേഹം, കിഡ്നി അങ്ങനത്തെ അസുഖങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ കാരണം പ്രമേഹമാണ്. പ്രമേഹവും പ്രഷറുമാണ് ഈ അസുഖങ്ങളൊക്കെ കാരണം. അപ്പോൾ ഈ പ്രമേഹവും പ്രഷറും വരും എപ്പോഴും എന്താ വെച്ചാൽ അമിതമായി ഭക്ഷണം കഴിക്കൊണ്ടത്. നമ്മൾ അധ്വാനം കുറയുകയും ഭക്ഷണത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യുമ്പം ഒരു അസന്തുലിതാവസ്ഥ വരും ശരീരത്തിൽ. നമ്മളെ ജോലിക്കനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അതെന്തു കഴിക്കാം, ഹലാലായ എന്തു നമുക്ക് കഴിക്കാം. പൊറാട്ട തിന്നാൻ പറ്റുമോ, മന്തി തിന്നാൻ പറ്റുമോ, അതൊന്നും ചർച്ചല്ല. ഹലാലായ എന്തു നിങ്ങൾക്ക് തിന്നാം. കുലു വഷ്റബു വലാ തുസ്രിഫു. വിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായ പറഞ്ഞത്. ഹലാലായതൊക്കെ നിങ്ങൾ തിന്നോളി, കുടിച്ചോളി. വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാക്കരുത്. അത്രേ ഉള്ളൂ. ഒരു ചോറ് തിന്നണമെങ്കിൽ കുറച്ച് ചോറ് നോളി, ഒരു കയ്യിൽ ചോറ് തിന്നാൽ മതി. വെറുതെ AC ഇല്ല കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് വാട്സപ്പിൽ കച്ചവടം നടത്താനാണെങ്കിൽ, മൊബൈലിലുള്ള പരിപാടിയാണെങ്കിൽ സഹോദരങ്ങളെ, അതിനാകെ ഒരു ദോശയും ഒരു കപ്പ് ചോറും ഒരു ചപ്പാത്തിയും മതി. അല്ല, തടി ഇറങ്ങിയിട്ടുള്ള പനിയാണെങ്കിൽ 4 ദോശയും 5 ദോശയും 3 കപ്പ് ചോറും 4 കപ്പ് ചോറും 6 ചപ്പാത്തിയൊക്കെ തിന്നാ. ഇവിടെ നേരെ തിരിച്ചാണ്, കുറഞ്ഞ പണി കൂടുതൽ തീറ്റ. ആ ഫോർമുല നമ്മൾ മാറ്റണം. പണിക്കനുസരിച്ച് തിന്നാ, ജോലിക്കനുസരിച്ച് തിന്നാ. ഇടക്കിടക്കുള്ള തിന്നലുകൾ, കാലറി കൂടിയ തിന്നൽ, നല്ല ഒരു ബിരിയാണി തിന്ന് അതിൻ്റെ മേലെ പിന്നെ നല്ലൊരു ഫ്രൂട്ട് സലാഡ്, അപകടമാണ് സഹോദരങ്ങളെ, വലിയ അപകടമാണ്. കാരണം ആ ബിരിയാണി ഉള്ളതിനേക്കാൾ എനർജി ആ ഫ്രൂട്ട് സലാഡിലുണ്ട്. നിങ്ങൾക്ക് ഫ്രൂട്ട് സലാഡ് ഫലൂഡി ഇഷ്ടമാണെങ്കിൽ ചോറുന്നുണ്ട്, അന്ന് പോയൊരു ഫലൂഡ നോളി. രാത്രി ഭക്ഷണം കഴിക്കണ്ട, മഗ്‌രിബിന് പോയിട്ട് നിസ്കാരം കണ്ടിട്ട് ഫലൂഡ തിന്നാളി. ഇങ്ങോട്ട് 10 മണിയാകുമ്പോൾ കിടന്നാൽ മതി. രാത്രി 10 മണിക്ക് പോയി ഫലൂഡ പിന്നെ കിടക്കരുത്. ഫലൂഡ തിന്നണമെങ്കിൽ ഒരു 7 മണിക്കോ 6 മണിക്കോ തിന്നണം. കാരണം അത്രയും എനർജി ഉണ്ട്. ആ എനർജി ചിലവാക്കിയിട്ട് പിന്നെ ഉറങ്ങാൻ പാടുള്ളൂ. എനർജി മുഴുവൻ പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാൻ പാടില്ല, അത് ചിലവായി പോകണം. അതുകൊണ്ട് ആ ഒരു കൾച്ചർ നമ്മൾ ഒഴിവാക്കുക. അമിതമായി തിന്നുന്ന, ഹലാലായതൊക്കെ തിന്നാ, കുറച്ച് തിന്നാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ചക്ക ഇഷ്ടമാണോ, ഒരു 10 ചക്കച്ചോള തിന്നോളി, ഒരു അരച്ചക്ക വേണമെങ്കിൽ തിന്നോളി. പക്ഷെ അന്ന് നിങ്ങൾ വേറെ ഒന്നും തിന്നരുത്. രാവിലെ ഒരു ചായ കുടിച്ചാൽ ഒരു 10 മണിയാകുമ്പോൾ ചക്കന്ന, ഉച്ചക്കും ചക്കന്നോളി, രാത്രിയും ചക്കന്നോളി, കുഴപ്പമില്ല. പക്ഷെ വേറെ ഒന്നും തിന്നരുത്. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ പകരം തിന്നാം. ഒക്കെ മേപ്പടിയായി തിന്നുന്ന പരിപാടി നിർത്തുക. ചോറിൻ്റെ മേലെ ഫ്രൂട്ട്സ് തിന്നാ, ചോറിൻ്റെ മേലെ ഫ്രൂട്ട്സ് സലാഡ് തിന്നാ. ഇങ്ങോട്ട് പുറത്തിറങ്ങിയാൽ പോയി പിന്നെ ഷെയ്ക്ക് കുടിച്ചാൽ, പിന്നെ കോഫി അടിക്കുക. ആ പരിപാടി നിർത്തുക. ഇഷ്ടമുള്ളതൊക്കെ തിന്നോളി, കുറച്ച് തിന്നാൽ മതി. എന്നാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതേമാതിരി രോഗം നേരത്തെ കണ്ടെത്തുക. എനിക്ക് അസുഖം ഉണ്ടാവില്ല, എനിക്കൊന്നും ഉണ്ടാവില്ല വിചാരിക്കാക്ക. എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യുക. 40 വയസ്സ് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഷുഗറും പ്രഷറൊക്കെ ഒന്ന് പോയി നോക്കുക.